ഇതാണ് നമ്മ പറഞ്ഞ നടൻ. ബിജിഎം ഇട്ടിട്ട് ആ നായകൻ വരുമ്പോഴേക്കും അതുപോലെ എനിക്ക് വരാൻ പറ്റിയെങ്കിൽ ബിജിട്ട് വന്ന ആ നായകനേതാ മറ്റേ ഇവനാണ് എനിക്ക്. നിന്റെ മനസ്സിലൊരു ആള് വന്നിട്ടുണ്ടാവില്ലേ? അതൊക്കെ തന്നെ. ആനക്ക് മേക്കപ്പ് വേണമല്ലോ അതിനകത്ത്, ആനൊരു ക്യാരക്ടറാണല്ലോ. അപ്പോഴേക്കും പടയപ്പെന്നൊക്കെ പറയുമ്പോഴേക്കും നെറ്റിപ്പൊട്ടൊക്കെ കേട്ട് വരത്തില്ലല്ലോ. വെട്ടും കുത്തുമൊന്നും ഈ വെട്ടിക്കറ ഡയമണ്ട് പുത്തരിയല്ല. നമ്മുടെ ജഡ്ജ്മെന്റ്സ് പലതും നമ്മൾ തെറ്റാറുണ്ടല്ലേ ചില മനുഷ്യരെ മീറ്റ് ചെയ്യുമ്പോൾ. നീ അവിടെ നിന്ന് നിന്റെ ആഗ്രഹമൊക്കെ പറഞ്ഞ സിനിമയെ കുറിച്ചുള്ളത്. അപ്പൊ ഞാൻ ക്ലൈമാക്സിൽ എന്നെ ഒറ്റയടിക്കുന്നു. ഞാനൊക്കെ ലൈക്ക് ഷൈൻ ടോം ചാക്കോയുടെ ഏറ്റവും വലിയൊരു ഫാനായി മാറിയത് ഭീഷ്മപർവം, കുറുപ്പ്, അതിനൊക്കെ ശേഷമാണ് ശരിക്കും. ഇതിന്റെ ബട്ടർ കണ്ടുപിടിക്കുമായിരുന്നെങ്കിൽ ചില സന്ദർഭങ്ങളിൽ എനിക്കൊന്ന് ഓഫ് ചെയ്യായിരുന്നു. നമ്മൾ അവിടെ പോകുമ്പോഴേക്കും എന്താ ഇവിടെ നീ എന്താ ആ പറഞ്ഞോളെ നമ്മുടെ പടത്തിന്റെ റിലീസ് അല്ലായിരുന്നോ? എങ്ങനെയാണ് കണ്ട പടം? നമ്മൾ ഒരുമിച്ചല്ലേ കണ്ടേ? നീ എന്റെ ഫ്രണ്ട് സീറ്റിലല്ലായിരുന്നു? അതാണോ? ഞാൻ ബാക്കിലായിരുന്നു. പിന്നെ അല്ലാണ്ട് ഇരുട്ടായോണ്ട് കാണാഞ്ഞതാ. എന്നിട്ട് കണ്ണാടിയൊക്കെ ആയിട്ട് വന്നെങ്ങനെ? ചുമ്മാ ഇരിക്കട്ടെ, ഇതൊക്കെ ഒരു ഷോ അല്ലേ ഇതെല്ലാം. എന്നാ ഷോ വെക്ക്. ഓക്കെ ഇരിക്കട്ടെ. പറയൂ. ചേരുന്നുണ്ട് പറഞ്ഞോ. എങ്ങനെയുണ്ടായിരുന്നു നിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്? അത് കറക്റ്റാ. നിന്റെ ഫസ്റ്റ് പടമല്ലല്ലോ? അല്ല മൂന്നാമത്തെ പടം. എന്നാലും ഒരു ക്യാരക്ടർ പ്രോപ്പറായിട്ട് ഇതല്ലേ ഫസ്റ്റ്? അതെ അതെ, ത്രൂ ഔട്ട് പരിപാടി. എങ്ങനെയുണ്ട്? നായകന്മാരിലൊന്ന്. ആ നായകന്മാരിലൊന്ന്. പക്ഷെ ഇത് ഒരേ ഒരു നായികയല്ലേ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്? പിന്നെ 4 നായകന്മാരിലൊന്ന്. പക്ഷെ നീയാണ് ത്രൂ ഔട്ട് ഉള്ളത്. നമ്മളെല്ലാരും ഇല്ലേ ത്രൂ ഔട്ട്? പക്ഷെ ത്രൂ ഔട്ട് പരിപാടി എന്ന് പറയുമ്പോഴേക്കും ഇതിനു മുന്നേയൊക്കെ നമ്മള് ചെറിയ ചെറിയ സീനുകളല്ലേ. അപ്പൊ നേരത്തെ വെച്ച് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും ഇപ്പൊ എന്റെ സീൻ വരാൻ വേണ്ടിയിട്ട്. അപ്പൊ നേരത്തെ പടങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇതിങ്ങനെ നിൽക്കുന്ന ഇപ്പോൾ നമ്മുടെ ഒരു സീൻ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് ഫോണൊക്കെ പിടിച്ചിരുന്ന് അതൊന്ന് ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരിക്കും. പക്ഷെ ഈ വട്ടം പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നില്ല, തുടക്കം മുതലേ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ 2.5 മാസത്തോളം എനിക്ക് വന്ന ആ ഒരു ഹിൽ റേഞ്ച് പരിപാടിയിലല്ലായിരുന്നു. സത്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ ആ ഒരു ക്ലൈമറ്റില് പിന്നെ അത്യാവശ്യം നല്ല ആർട്ടിസ്റ്റുകൾ, എല്ലാം അടിപൊളി ആർട്ടിസ്റ്റുകൾ. എക്സ്പീരിയൻസ് അതായിരുന്നു അടിപൊളി എക്സ്പീരിയൻസ്. ഇപ്പൊ ഷൈൻ ചേട്ടനെ ആണെങ്കിലും ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിലും ഇപ്പൊ പടത്തിലേക്ക് കയറുന്നതിന് മുന്നേ ആണെങ്കിലും നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കണ്ടു, ഇപ്പോൾ TV-യിൽ കണ്ട്, സിനിമയെ കണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ള ഒരാളെ നമ്മൾ ഇത്രയും ക്ലോസ് റേഞ്ചിൽ നമ്മൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു ഭീകര ഫീലാണ്. പക്ഷേ പുള്ളി ഇപ്പോൾ ഒരു സീനിയർ ആക്ടറാണ്, അത് സംഭവമാണ്. അങ്ങനത്തെ ഒരു പരിപാടിയെ പിടിച്ചിട്ടില്ല. വന്നപ്പോൾ തന്നെ നമ്മുടെ അടുത്ത് ഭയങ്കരമായിട്ട് കമ്പനി കൂടി, നമ്മുടെ എല്ലാ കാര്യങ്ങളൊക്കെ നീക്കമൊക്കെ നടത്തി. പിന്നെ അസാമാന്യ ആർട്ടിസ്റ്റാണ് എന്നുവെച്ചാൽ ആ ഒരു ആക്ഷൻ പറയുന്ന സമയത്ത് പെട്ടെന്ന് ആളങ്ങ് മാറുവാണ്. അതിന് മുന്നേ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ കൂടെ ഭയങ്കര സംസാരിച്ച് ചിൽപ്പില്ലായിട്ടൊക്കെ നിന്നിട്ട് പെട്ടെന്ന് ആക്ഷൻ പറയുമ്പോഴേക്കും ആ ക്യാരക്ടറിലോട്ട് കയറുക. അപ്പം ഞാനാണെങ്കിൽ ഭയങ്കര അത്ഭുതപ്പെട്ടിരിക്കും, ഇതെങ്ങനെയാണ് പുള്ളി ഇങ്ങനെ ചെയ്യുന്നത്. ലൈക്ക് ഞാൻ പൊതുവെയൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നൊക്കെ ആൾക്കാർ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇവർ ഇങ്ങനത്തെ ഒരു പരിപാടി ഞാൻ പ്രിപ്പയർ ഒക്കെ ചെയ്തൊക്കെ ഇരിക്കുമായിരിക്കും. പക്ഷെ പുള്ളിക്ക് അങ്ങനത്തെ ഒരു പ്രിപ്പറേഷൻ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നിന്റെ എത്ര നാളത്തെ കാത്തിരിപ്പ സിനിമ? ലൈക്ക് നീ നിന്റെ എത്ര നാളത്തെ ഒരു ആഗ്രഹം എന്നൊക്കെ പറയുമ്പോഴേക്ക് എന്താ, ഞാൻ ഈ പടം എനിക്ക് തോന്നുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം എങ്ങാണ്ടാണ് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ തൊട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് ഈ പടം ഇറങ്ങാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അല്ലാണ്ട് സിനിമ എത്ര നാളത്തെ ആഗ്രഹം? സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ അത് തുടക്കം മുതലേ ഈ കൊച്ചിലെയൊക്കെ ഇപ്പൊ ഞാനാണെങ്കിൽ ഇങ്ങനെ ഈ റെസിറ്റേഷൻ കോമ്പറ്റീഷൻ, മറ്റേ പാട്ട് മത്സരം, അങ്ങനത്തെ പരിപാടിയൊക്കെ പോയി അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പൊ അത് വീട്ടുകാർ ആദ്യമേ കൊച്ചിനെ നിർബന്ധിച്ചിട്ടാണ് വിട്ടോണ്ടിരുന്നത് തന്നെ. ഇപ്പൊ ഇതിന് പോടാ, നീ ഇതിന് പോയി നോക്ക്, നല്ലതായിരിക്കും, അറ്റൻഡ് ചെയ്യും, പാർട്ടിസിപ്പേഷനാണ് ഏറ്റവും നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയി അറ്റൻഡ് ചെയ്ത് എനിക്കാണെങ്കിൽ സ്റ്റേജ് ഫിയർ എന്നൊരു പരിപാടി പിന്നെ വന്നിട്ടില്ല. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പെർഫോമൻസ് ഭയങ്കര ലോ ആണെങ്കിൽ നമ്മൾ അവിടെ എന്തെങ്കിലും രീതിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ചെയ്ത് ഇപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നിട്ട് അപ്പൻ്റെ അടുത്തൊക്കെ വന്നിട്ട് പറയും, മോനെ സിനിമയെ നോക്ക്, മോനും ഭാവിയുണ്ട്, പരിപാടിയുണ്ട്, അങ്ങനെയുണ്ട്, അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു പരിപാടി. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേക്കും താഴെ നിന്നുകൊണ്ട് ഞാൻ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുക. അപ്പോൾ താഴെ നിന്ന് ഇതെല്ലാം കേൾക്കുമ്പോഴേക്കും എൻ്റെ ഉള്ളിൽ എന്നാൽ പിന്നെ നമുക്ക് സിനിമയിലാവാം. നമ്മളന്ന് TV-യിലൊക്കെ കാണുന്നു, സിനിമ കാണുന്നു, നമ്മളിവർ നേരിട്ട് കണ്ടിട്ടില്ല, ഭയങ്കര എക്സ്പോഷർ. അപ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് നമുക്കും TV വരണമെന്നൊക്കെ ഉള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ച് അവിടെ തുടങ്ങി. പക്ഷേ ഇടയ്ക്ക് വെച്ചത് പോയി.
ഇടയ്ക്ക് വെച്ചെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ സ്കൂളിംഗ് ആയി, നമ്മുടെ വേറെ ഇൻട്രസ്റ്റുകളായി, വേറെ കാര്യങ്ങളിലേക്ക് നമ്മുടെ പരിപാടിയൊക്കെ പോയപ്പോഴേക്കും നമുക്ക് അതിനോടുള്ളൊരു താല്പര്യമുണ്ടെങ്കിലും നമുക്ക് അത്രയും ഫോക്കസ്ഡ് അല്ലായിരുന്നു. പിന്നെ കോളേജിൽ വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിനിമയിലോട്ട് കയറണമെന്ന് ആഗ്രഹം വന്നു തുടങ്ങിയത്. വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ FDFSന് പോകുന്നു, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോകുന്നു, നമ്മൾ ഫാൻ ഷോയ്ക്ക് പോകുന്നു. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ആ ഒരു BGM ഇട്ടിട്ട് ആ നായകൻ വരുമ്പോഴേക്കും അതുപോലെ എനിക്ക് വരാൻ പറ്റിയെങ്കിൽ, അല്ലെങ്കിൽ നായകന്മാര് കുറെ പേരുണ്ടല്ലോ നായകന്മാര്. ഫേവറേറ്റ് അങ്ങനെ ഇപ്പൊ എല്ലാരും എനിക്ക് ഇഷ്ടമാണ് ആസ് എ ആക്ടർ ആണെങ്കിലും. ഇപ്പൊ നിന്റെ മനസ്സിലൊരു ആള് വന്നിട്ടുണ്ടാവില്ലേ? അതൊക്കെ തന്നെ നിന്റെ മനസ്സിലൊരു ആള് വന്നിട്ടുണ്ടാവില്ലേ BGM വെച്ചിട്ട് ഒരാൾ വരുന്നത്? അതുപോലെ തന്നെ എനിക്ക് ആര് BGM ഇട്ട് വന്നാലും പരിപാടി നല്ലതാണെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് ഞാൻ നോക്കിയപ്പോഴേക്കും ആ ഒരു ക്യാരക്ടർ അവിടെ പെർഫോം ചെയ്യുന്ന കാണുമ്പോഴേക്കും എനിക്ക് അതുപോലെ ചെയ്യാൻ തോന്നി. പിന്നെ ഈ കൊറോണ സമയമാണ് ശരിക്കും എനിക്കൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വന്നത്. നമ്മൾ വേറെ വേറെ പടങ്ങളൊക്കെ കാണാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ പേഴ്സണലി മലയാള പടങ്ങളൊക്കെ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഒരു സമയം വരെ. കൊറോണ ടൈമിലാണ് ഫ്രണ്ട്സ് എല്ലാം നമ്മളെല്ലാവരും കൂടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഒന്നും ചെയ്യാനില്ല, വെറുതെ ഇരിപ്പാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു വെബ് സീരീസ് കാണും, അല്ലെങ്കിൽ നീ ഒരു ഇംഗ്ലീഷ് സീരീസ് കാണും, നീ ഒരു ഇറാനിയൻ പടം കാണും, നീ ഒരു റഷ്യൻ പടം കാണും. ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് ആ സമയത്ത് നമുക്ക് ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ല. ഓക്കെ, ഇതൊക്കെ എങ്ങനെ കാണും, അങ്ങനത്തെ ഒരു. എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ അധികം കോമ്പിനേഷൻ ഇല്ലല്ലേ. സെറ്റിലുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ നമ്മൾ തന്നെ നോക്കുമ്പോഴേക്കും എന്താ നമ്മുടെ ഒരേ പ്രായക്കാര്, നമ്മൾ അത്യാവശ്യം ഒരേ പ്രായക്കാരാണോ? നമുക്ക് അങ്ങനെ മ്യൂച്വൽ കമ്പനി വന്നപ്പോഴേക്കും നമുക്ക് പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നില്ല. പെട്ടെന്ന് പരിചയം ആണോ? അതെ, അതല്ലേ നിനക്ക് നിന്റെ ഫ്രണ്ടാ, മറ്റേ എന്റെ ഫ്രണ്ടാണ്. അങ്ങനെ അതെ സ്കൂളിൽ പഠിച്ച എന്റെ കൂടെ കോളേജിൽ പഠിച്ചു. അതെ. അപ്പൊ സത്യം പറഞ്ഞ അവൻ എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചിട്ടില്ല. എന്റെ സ്കൂളിലെ കമ്പനിക്കാരുടെ കമ്പനിയാണ് ബെസ്റ്റ്. അപ്പൊ അങ്ങനത്തെ ഒരു കമ്പനിയാണ്. അപ്പൊ എനിക്ക് നീയായിട്ട് പരിചയപ്പെടാൻ അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. അപ്പൊ നമ്മൾ സെറ്റിൽ ഭയങ്കര കമ്പനി, പക്ഷെ നമുക്ക് കോമ്പിനേഷൻ അങ്ങനെ വന്നിട്ടില്ല അല്ലേ, വളരെ കുറവാണ്. മറ്റേ ലാസ്റ്റ് ഒക്കെ ഇത്രയുള്ള പോർഷൻസ് ആണ്, അത്രയും കുറച്ച് പോർഷൻസ് മാത്രമേ ഉള്ളൂ. അല്ലാത്ത സമയത്ത് മൊത്തം നേരം സെറ്റിലുള്ള അത് തങ്ങ് തോന്നുന്നില്ല. അതാണ് സംഭവം. പക്ഷെ പടം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി നമ്മൾ തമ്മിൽ ഒട്ടും കോമ്പിനേഷൻ. ഞാൻ പക്ഷെ അത് ശ്രദ്ധിച്ചില്ല, കാരണം എന്റെ മനസ്സിൽ എല്ലാരും എനിക്ക് എപ്പോഴും ഞാൻ കാണുന്നുണ്ടല്ലോ, കാരണം ഫുൾ നേരം നമ്മളെല്ലാം സെറ്റിലുണ്ട്, നമ്മള് ഷോർട്ട് ആവുമ്പോൾ നമ്മൾ ചെയ്യുന്നു, പക്ഷെ നമ്മള് അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അതാണ് ഞാനും പടം കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഒരുപാടൊന്നും ഇല്ല, നമ്മൾ വളരെ കുറച്ചേ ഉള്ളൂ നമ്മുടെ കോമ്പിനേഷൻ പരിപാടി. അതാണ് അല്ല ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇത്രയും നേരമായിട്ട് ഞാൻ മാത്രമേ അങ്ങോട്ട് അല്ലേ പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കാം, ഇനി എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് മൊത്തത്തില് പടത്തില് വർക്ക് ചെയ്തതിന്റെ? രസമായിരുന്നു. നീ പറഞ്ഞ പോലെ കുട്ടിക്കാനത്തായിരുന്നില്ലേ, അപ്പൊ എന്ത് വേറെ നമ്മളെല്ലാം മറ്റേ ആ ഒരു വൈബിലായിരുന്നു. നല്ല തണുപ്പ്, ഷൂട്ട്, രാത്രിയോ ആ തണുപ്പ്, നട്ട അവിടെ മറ്റേ ഞാൻ മറന്നിരിക്കുവായിരുന്നു കേട്ടോ ആ കാര്യം. അട്ടയും അല്ലേ അട്ട, അത് പറഞ്ഞ പോലെ. അയ്യോ, അട്ടയുടെ കേസൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് ക്ലൈമാക്സ് ഫൈറ്റിന്റെ പോർഷൻ എടുത്തില്ലേ, അവിടെ വെച്ചായിരുന്നു അട്ടയുടെ മെയിൻ കേന്ദ്രമായിരുന്നു. അങ്ങോട്ടേ ചെന്ന് കയറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ നിന്നാൽ മതി, കാലത്ത് തന്നെ ഒരു 5-6 എണ്ണം വരും. അങ്ങനത്തെ ഒരു രീതിക്കായിരുന്നു. നമ്മുടെ സാധുവിനെ കൊണ്ടുള്ള എന്താ എക്സ്പീരിയൻസ്, കൂടെ കോമ്പിനേഷൻ ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞാല് എങ്ങനെയാണ് ഈ പരിപാടി? ഇപ്പോൾ ആന ഇത്രയും നേരിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും നമ്മളൊരു ആഫ്രിക്കൻ ആനേനെ പോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ആന കാട്ടാനയാണല്ലോ. അപ്പൊ കാട്ടാനയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ കുറെ ചെളിയും പരിപാടിയും. ആനയ്ക്ക് മേക്കപ്പ് വേണമല്ലോ അതിനകത്ത്, ആനൊരു ക്യാരക്ടറാണല്ലോ. അപ്പോഴേക്കും ആനയ്ക്ക് അതിനകത്ത് നല്ല രീതിക്ക് മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ആനയില്ല, അതും ബഹളം ഉണ്ടാക്കിയിട്ട് ഇറങ്ങി വരുന്ന ഒരു ആനയല്ല. അപ്പൊ പടയപ്പല്ലേ ആള്. അപ്പൊ പടയപ്പ എന്നൊക്കെ പറയുമ്പോഴേക്കും നെറ്റിപ്പട്ടമൊക്കെ ഇട്ട് വരത്തില്ലല്ലോ ഏത്. അപ്പൊ ഒരു പൊടിയും മണലൊക്കെ വേണമല്ലോ, അതങ്ങനെയല്ലേ അതിന്റെ ഒരു രീതി. ആനയ്ക്കും മേക്കപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ആനയ്ക്ക് മേക്കപ്പ് ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോ ശരിക്കും ഒരു ആഫ്രിക്കൻ ആനേനെ മാതിരി ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബ്രൗൺ കളർ ഒരു പൊടി പിടിച്ച ഒരു ആനയില്ലേ, അതുപോലത്തെ ഒരു സെറ്റപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ഈ പടത്തില് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ? സത്യം പറഞ്ഞാൽ എല്ലാ ക്യാരക്ടറിനും അതിൻ്റെതായിട്ടുള്ള രീതിക്ക് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല എല്ലാ പരിപാടിയും അവർ അവരുടേതായിട്ടുള്ള പോർഷൻ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും ഈ പടം ഒരാളുടെ മാത്രമെന്ന് പറയാനില്ല, അത്യാവശ്യം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രീതിക്ക് ഒരു പരിപാടി ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു പടം കണ്ടിട്ട് ഇറങ്ങുന്ന ആൾക്ക് ഒരു 5-6 ക്യാരക്ടേഴ്സ് എപ്പോഴും മനസ്സിലുണ്ടാവും അല്ലേ. എനിക്ക് തോന്നുന്നത് ത്രൂ ഔട്ട് പരിപാടി വരുമ്പോഴേക്കും ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു സെറ്റ് പീസ് കൊടുത്തിട്ടുണ്ട്.
പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിക്കഴിഞ്ഞാൽ ഷൈൻ ചേട്ടന്റെ പരിപാടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷെ ഞാൻ ലൈക്ക് ആസ് എ ക്യാരക്ടർ പുള്ളിക്ക് ഒരു ബിൽഡപ്പ് പരിപാടിയും എല്ലാ സംഭവമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പുള്ളിയാണല്ലോ ഒരു പരിപാടി അതിന്റെ. അപ്പൊ എനിക്ക് അങ്ങനെ നോക്കുമ്പോൾ ഷൈൻ ചേട്ടന്റെ പരിപാടിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ക്യാരക്ടർ വൈസ് ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനെയാണ്. ഈ പടത്തില് പിന്നെ പ്ലേ ചെയ്യുന്ന പാട്ട് ഏതാ? സത്യം പറഞ്ഞാൽ ഈ പടത്തിൽ പിന്നെയും പ്ലേ ചെയ്യാൻ ആഗ്രഹിച്ചത് ഞാൻ ഭൂകമ്പമാണ്. എനിക്ക് ഭൂകമ്പം എന്ന് പറഞ്ഞ പാട്ട് കേട്ടപ്പോൾ തന്നെ ലൈക്ക് എന്തുവാ പറയാം, നമ്മളെ ഓഡിയോ ലോഞ്ചിന് പോയില്ലേ, ആ സമയത്താണ് ഞാൻ ആദ്യം ഈ പാട്ട് കേൾക്കുന്നത്. പക്ഷെ രസമുണ്ടല്ലേ, ഒരു രക്ഷയില്ല സാധനം, ഒരു രക്ഷയില്ല വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബീറ്റുള്ള പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് ബീറ്റുള്ള. പ്രത്യേകിച്ച് നമ്മൾ തിയേറ്ററിൽ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല ഒരു കാറിനകത്തൊക്കെ കേൾക്കുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ഒരു വേറെ ഫീൽ വരുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ ബീറ്റ് ഭീകരമാണ്. ഞാൻ നോക്കിയപ്പോഴേക്കും തിയേറ്ററിൽ കേട്ടപ്പോഴേക്കും വൻ എഫക്റ്റ്, നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഭൂകമ്പം ഇവിടെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറേയും കൂടി ആഗ്രഹം ഉണ്ടായിരുന്നു ഭൂകമ്പം കേൾക്കണമെന്ന് അവിടെ ഇവിടെ. പക്ഷെ ഭൂകമ്പത്തിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നത് വേറെ പാട്ടുകളാണെന്ന് തോന്നുന്നല്ലേ? ആണോ? ഇല്ല, എനിക്ക് ഭൂകമ്പമാണ് ഇഷ്ടമായത്. അല്ല, എനിക്ക് തോന്നുന്നു പടത്തിന്റെ ഉടനീളമായിട്ട് ആണോ? അല്ല, മറ്റേ ഹരികൃഷ്ണൻ ആളുടെ ഒക്കെ മ്യൂസിക് ഉണ്ടായിരുന്നു. അതും നൈസ് ആയിരുന്നു. അതൊരു വേറെ ട്രിപ്പ് മൂഡിലുള്ള ഒരു പാട്ടായിരുന്നു. അത് ഒരു ജേണി പരിപാടി. മറ്റേ സിന്ധുജയുടെ സ്പെഷ്യൽ സോങ് ഉണ്ടായിരുന്നത് സുരേഷ് പീറ്റേഴ്സിന്റെ. അത് നൈസ് ആയിരുന്നു. അത് പക്ഷെ അത് പെട്ടെന്ന് കഴിഞ്ഞു പോയ പോലെ എനിക്ക് തോന്നി. സിന്ധുജ ഭയങ്കര രസമാണ്. നമ്മൾ സിന്ധുജനെ ഒന്ന് മീറ്റ് ചെയ്തായിരുന്നോ? പിന്നെ നമ്മൾ മീറ്റ് ചെയ്തില്ലായിരുന്നോ? പക്ഷെ പുള്ളിക്കാരിനെ എനിക്ക് തോന്നുന്നു വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, എനിക്ക് തോന്നുന്നു നേരിട്ടല്ലേ. രണ്ടും ഡിഫറെന്റ് ആൾക്കാരെ പോലെ ഉണ്ട്. സിന്ധുജ മറ്റേ ഒരു ജാടകളാണ്. അതെ അതെ, സത്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു മൂഡ് അടിച്ചെങ്കിലും മിണ്ടി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവും. നമ്മൾക്കിപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ പല പല മനുഷ്യരെയൊക്കെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ പറയത്തില്ല, ഓ നീ എന്തൊരു ജാടയാന്ന് വിചാരിച്ചേ. നമ്മൾ അത് കഴിഞ്ഞിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഫോട്ടോ കാണുമ്പോ നമുക്ക് തോന്നും, പക്ഷെ നേരിട്ട് കാണുമ്പോഴേക്കും നമ്മൾ ഈ ആള് തന്നെയാണോ നമ്മൾ. ശരിക്കും സത്യം നമ്മുടെ ജഡ്ജ്മെന്റ്സ് പലതും നമ്മൾ തെറ്റാറുണ്ടല്ലേ ചില മനുഷ്യരെ മീറ്റ് ചെയ്യുമ്പോൾ. എല്ലാത്തിലും തെറ്റാറില്ല. എല്ലാത്തിലും തെറ്റാറുണ്ട്. അപ്പൊ നിനക്ക് അങ്ങനെ ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു എന്നെ ആദ്യമേ കണ്ടപ്പോ? നിന്നെ കണ്ടപ്പോഴോ ഒരു വർഷം തിരിച്ചാലോചിക്കണ്ടേ? കാലമൊന്നും പുറകോട്ടൊന്നും പോകണ്ട. എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് മുകളിൽ കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ കഴിഞ്ഞ ഓണത്തിന് ഷൂട്ട് തുടങ്ങിയതാ. അത് ശരി. പക്ഷെ തീർന്നപ്പോഴേക്ക് എനിക്ക് തോന്നുന്നു ഈ വർഷം തുടക്കത്തിൽ തന്നെ തീർന്നത് അല്ലേ? ഈ വർഷം തുടക്കത്തിലാണ് തീർന്നത്. പക്ഷെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിന് ഓണത്തിന് തുടങ്ങിയതാ. അപ്പൊ പിന്നെ അന്ന് നിന്നെ കണ്ടപ്പോ ഇല്ലടാ, ഞാൻ പിന്നെ കണക്ട് ചെയ്ത് സംസാരിച്ചു വന്നപ്പോ എന്റെ ഫ്രണ്ട്സിന് കോമൺ ഫ്രണ്ട്സ് ആന്ന് പറഞ്ഞപ്പോ ആ സാധനം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ നീ പറഞ്ഞ പോലെ പിന്നെ നീ അവിടെ നിന്ന് നിന്റെ ആഗ്രഹമൊക്കെ പറഞ്ഞ സിനിമനെ കുറിച്ചുള്ളത്. അപ്പൊ ഞാൻ ഇങ്ങനെ സിനിമ നിനക്ക് നിന്റെ മറ്റേ ഒരു ഡ്രീം ക്യാരക്ടറൊക്കെ എന്താ? അങ്ങനെ ഉണ്ടോ? ഡ്രീം ക്യാരക്ടർ എന്ന് പറയുമ്പോഴേക്കും എനിക്ക് ഇത് ചെയ്യണം, ഈ ഒരു പരിപാടി ചെയ്യണം. എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് എല്ലാ ടൈപ്പ് ക്യാരക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് എന്താ ഒരു ആക്ഷൻ പരിപാടിയാണ് എനിക്ക് കുറച്ചും കൂടി. ആക്ഷന് വേണ്ടി ഇപ്പൊ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ? ഞാൻ ഒരു MMA ഫൈറ്റർ ആണെന്ന് പറയാം. ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, MMA ബോക്സിംഗ് ഒക്കെ ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്തോ? ഇപ്പോ കുറച്ച് നാളായിട്ടൊരു ബ്രേക്കിലാണ് ഞാൻ. റീസ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ ഇപ്പൊ നമ്മള് ജിമ്മ് പരിപാടികളാണെങ്കിലും ബാക്കി നമ്മുടെ ഫ്ലെക്സിബിലിറ്റി പരിപാടികളാണെങ്കിലും നമ്മൾ ട്രെയിൻ ചെയ്യാറുണ്ട്. ഫൈറ്റിങ് പക്ഷെ ട്രെയിൻ ചെയ്തിട്ട് കുറേ. ഞാൻ ആദ്യമേ ചെയ്ത ജിംഖാനയില്ലേ, അപ്പൊ അതിനും ആ സമയത്തൊക്കെ ഞാൻ ട്രെയിൻ ചെയ്യുമായിരുന്നു, MMA ആണെങ്കിലും ബോക്സിംഗ് ആണെങ്കിലൊക്കെ. പക്ഷെ അതിനുശേഷം ഡിസ്കണ്ടിന്യൂ ആയിപ്പോയി. പക്ഷെ ആഗ്രഹമുണ്ട് ചെയ്യണമെന്ന്. പക്ഷെ എനിക്ക് ഫൈറ്റ് പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. മാസ് പരിപാടി, ഫൈറ്റ് പരിപാടി, എന്താ ഞാൻ പറയാ, ഒരു ബിൽഡപ്പ് പരിപാടി, അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെ അതെ അതെ, നമ്മളെല്ലാരും കൊച്ചിയിൽ ആഗ്രഹിച്ചിട്ടില്ലേ അത്? എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ ഏറ്റവും കൂടുതൽ കൊച്ചിയിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പിന്നെ നോക്കുമ്പോൾ ഇവരൊക്കെ തെറിച്ചു പോകുന്നു, ഇവനെ തൊടാൻ പറ്റുന്നില്ല, ഇവനങ്ങനെ തൊടാൻ പറ്റായിക്കൊന്നും വേണ്ട, 2 ഇടിയോ 10 ഇടി കൊണ്ടാലും കുഴപ്പമില്ല. പക്ഷെ എന്നാലും ആ ഒരു ബിൽഡപ്പ്, ആ ഒരു വരവ്, ആ ഒരു സംഭവം, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കൊച്ചിലെ തൊട്ടേ ഞാൻ ഈ പടങ്ങൾ കാണുമ്പോഴേക്ക് എനിക്ക് ലാലേട്ടൻ്റെ ആവട്ടെ മമ്മൂക്കയുടെ ആവട്ടെ അവരുടെ മാസ് പരിപാടി, അവരുടെ ഓറ, അവരുടെ ഒരു
ടോട്ടൽ ഔട്ട് ആൻഡ് ഔട്ട് പരിപാടിയെല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവരെ പോലെ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ അവിടെ മാസ് പരിപാടി കാണണം. പിന്നെ നമ്മൾ ഇംഗ്ലീഷ് പടം കാണുമ്പോഴേക്കും അവരുടെ ഫൈറ്റ് പരിപാടി, സെറ്റ് പീസ്, ഷൂട്ടിങ് പരിപാടി ഇതൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് വേണം എങ്ങനെയൊക്കെ ഒരു ആക്ഷൻ പരിപാടി പിടിക്കണം എന്നുള്ളൊരു സാധനമുണ്ട്. പക്ഷേ ഇപ്പോൾ ആസ് ആൻ ആക്ടർ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോരോ റോൾസ് എക്സ്പ്ലോർ ചെയ്യാൻ, പ്രത്യേകിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഇപ്പോൾ ജിംഖാനെ ചെയ്ത ക്യാരക്ടർ വേറെയാണ്, അതുപോലെ തന്നെ ലൈക്ക് ഇതിനകത്ത് ചെയ്ത ക്യാരക്ടർ വളരെ ഡിഫറെൻ്റാണ്. ഇപ്പോൾ ജിംഖാനയിൽ ഞാനിപ്പോൾ അവരുടെ ഓപ്പോസിറ്റ് ടീമിലുള്ളൊരു നെഗ് ഷെയ്ഡിലുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. പക്ഷേ നേരെ മറിച്ച് ഇപ്പോൾ നമ്മുടെ അടിനാശത്തിലേക്ക് വരുമ്പോഴേക്കും അതിനകത്തൊരു കോളേജ് പയ്യനാണ്. പറയാൻ പറ്റില്ല, ജിംഖാനൊക്കെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും, ചിലപ്പോൾ അടുത്ത ഫൈറ്റ് കിട്ടിയാലോ. അതെ, ചിലപ്പോൾ എനിക്ക് പ്രതികാരം ചെയ്യാൻ ചിലപ്പോൾ അല്ലേ പ്രതികാരം ചെയ്യാൻ പറ്റിയാലോ. ബോക്സിംഗ് ഒന്നും നിർത്തണ്ട. അത് മാത്രമല്ല, ക്ലൈമാക്സിൽ എന്നെ ഒറ്റയടിക്ക് തീർത്തു. ഒരു 2 വീശെങ്കിലും വീശാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു വർഷത്തെ പ്രതികാരം കൊടുക്കാം. ഒരു വർഷം അത് ശരിയാ. അത് പക്ഷെ കുഴപ്പമില്ല, സാരിയില്ല. ആ ക്യാരക്ടറല്ലേ ഇടി കൊണ്ടത്, കുഴപ്പമില്ല. ഞാൻ ഇല്ലല്ലോ, പിന്നെ കുഴപ്പമില്ല, പ്രതികരിക്കണ്ട, പോട്ടെ. അല്ല, ഇപ്പൊ ഷൈൻ ചേട്ടനാണെങ്കിലും എനിക്ക് തോന്നുന്നു 2ാമത്തെ പടം അല്ലേ, എനിക്ക് തോന്നുന്നു ലിസബത്തിന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരിക്കും എന്റെ കൂടെ ഏറ്റവും ഷൈൻ ചേട്ടന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് എന്താ ഇത്. ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും ഭയങ്കര ഷൈൻ ചേട്ടൻ എന്റെ കൂടെ അഭിനയിച്ച എക്സ്പീരിയൻസ് എന്താ. കാരണം 2 പടം അഭിനയിച്ചു, അത് 2 ഷൈൻ ചേട്ടന്റെ കൂടെ തന്നെയായിരുന്നു. പിന്നെ ഷൈൻ ചേട്ടൻ അല്ലാതെയും പരിചയമുണ്ട്, ഷൈൻ ചേട്ടന്റെ ഡാഡീനെ പരിചയമുണ്ട്. അപ്പം ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ അല്ലാണ്ട് ഷൈൻ ചേട്ടന്റെ ഡാഡീനെയാണ് എനിക്ക് പരിചയമുള്ളത്. ഇപ്പൊ ഷൈൻ ചേട്ടനായിട്ടാണെങ്കിലും ഞാൻ പുള്ളി എങ്ങനത്തെ ഒരാളാണെന്ന് ലൈക്ക് ഇപ്പൊ നമ്മൾ റീലിലാണെങ്കിലും നമ്മൾ യൂട്യൂബിലും സിനിമയിലും കണ്ടോ, അങ്ങനെയൊന്നും അല്ല. നേരിട്ട് എന്തൊരു ചില്ലാണ്, ഭയങ്കര ചില്ലാണ്. ഓക്കെ, എനിക്കൊന്ന് ഇപ്പൊ എല്ലാവർക്കും ലൈക്ക് ഒരു ചിൽ പേഴ്സൺ ആയിട്ടാണെങ്കിൽ നമ്മളിപ്പോ ഭീഷ്മയിലൊക്കെ കണ്ട ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞൊരാളെ, ഞാനൊക്കെ ലൈക്ക് ഷൈൻ ടോം ചാക്കോയുടെ ഏറ്റവും വലിയൊരു ഫാനായി മാറിയത് ഭീഷ്മപർവം, കുറുപ്പ് അതിനൊക്കെ ശേഷമാണ് ശരിക്കും. അതിന് മുന്നേ എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ പുള്ളിയുടെ ഒരു ഓറ പരിപാടി എനിക്ക് കിട്ടി അതിൽ നിന്ന്. അപ്പം അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തനാണ് അല്ലേ, ലൈക്ക് പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോഴേക്കും എത്രയോ ലൈക്ക് ഭയങ്കര ചില്ലാണ്, ഭയങ്കര കമ്പനിയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് സെറ്റിലാണെങ്കിൽ നമുക്ക് ആ ഒരു മൂഡ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കോമ്പിനേഷൻ സീൻസ് ഒക്കെ വളരെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. പുള്ളി ഭയങ്കര കംഫർട്ടിങ് ആയിരുന്നു എല്ലാ കാര്യത്തിലും. രസമായിരുന്നു പരിപാടി മൊത്തത്തില്. ബ്ലാക്ക് അഫ്ഗാനിനെ കുറിച്ച് നിനക്കെന്തറിയാം? ബ്ലാക്ക് അഫ്ഗാനിനെ കുറിച്ച് ഞാൻ സത്യം പറഞ്ഞ എനിക്ക് ഒരു പിടിയില്ല. ശരിക്കും ബ്ലാക്ക് അഫ്ഗാനി എന്ന് പറയോ? അങ്ങനെയൊക്കെ പറയോ? പിന്നെ ബ്ലാക്ക് പറയൂന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. എനിക്കറിയില്ല. ഫർഗീസേട്ടന്റെ തന്നെ ക്രിയേഷൻ ആണോ? ഗൂഗിൾ ചെയ്യേണ്ടി വരുമോ? ബ്ലാക്ക് അഫ്ഗാനി എന്ന് പറയോ? ഇപ്പൊ അങ്ങനെ പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ അല്ലേ. ഇപ്പൊ ബ്ലാക്ക് അഫ്ഗാനി സാധനം ഒരു പുതിയ സാധനമാണല്ലോ, നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ പുതിയ സാധനം ഒന്ന് കൂട്ടിയാൽ മതി. ശരിക്കും ബ്ലാക്ക് അഫ്ഗാനി ഉണ്ടോ? അങ്ങനെയാണോ പേര്? ചില ബ്ലാക്ക് അഫ്ഗാനി ഉണ്ടാവും, നമുക്കറിയത്തില്ലല്ലോ ഇതൊക്കെ. ഇത് ആ ഇൻഡസ്ട്രിയിലുള്ളവരോട് ചോദിക്കൂ. നമ്മള് വർഗീസേട്ടനോടൊന്ന് ചോദിക്കണം. കാരണം ഇനി കുറച്ച് വർഷം എവിടുന്നാ നിങ്ങൾ ഇങ്ങനെ ഒരു പേര് എവിടുന്ന് കിട്ടി? അത് മാത്രല്ല, ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, അതും കൂടി ഒന്ന് ചോദിച്ചറിയുന്നല്ലായിരിക്കും അല്ലേ. അപ്പൊ ഈ ബ്ലാക്ക് അഫ്ഗാനിയുടെ ഒരു കുപ്പി ഞാൻ സെറ്റിൽ ഒരു വട്ടേ കണ്ടിട്ടുള്ളൂ. ഞാൻ ആ കുപ്പി അവിടെ ഇവിടെയൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ഒരു വട്ടേ കണ്ടിട്ടുള്ളത് ആ സംഭവം. നമുക്ക് അതുമായിട്ട് ഒരു പരിപാടിയില്ല. നമുക്ക് അത് കൈവശം നമ്മളാണ് വെക്കുന്നത്, പക്ഷെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ആ കുപ്പി മര്യാദയ്ക്ക്. പിന്നെ കോളേജ് വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു കോളേജ് അഭിനയിച്ചപ്പോഴാണ് എന്റെ പക്ഷെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു കേട്ടോ കോളേജ്. ഞാൻ പഠിച്ച കോളേജിലേക്ക് CMS കോട്ടയത്തിലായിരുന്നു. അപ്പോൾ നമുക്ക് കലാലയം എന്നുള്ളൊരു മൂഡ് കിട്ടിയതിലേക്ക് നമുക്ക് ആർട്ട് വൈസ് ആണെങ്കിലും പാഷൻ വൈസ് ഡ്രീം വൈസ് ഒക്കെ ഒരുപാട് എക്സൽ ചെയ്യാൻ പറ്റിയത് എനിക്ക് തോന്നുന്നത് CMS പഠിച്ചതിന് ശേഷം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഭയങ്കര ഫ്രീ ആണ്. ആർട്ട് വൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും നമ്മളെ പുഷ് ചെയ്യാനാണെങ്കിലും ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. ആർട്ട് വൈസ്, സിനിമ വൈസ് എനിക്ക് പേഴ്സണലി അങ്ങനെ കണക്ഷൻ അധികം കിട്ടിയിട്ടില്ല. പക്ഷേ നമുക്ക് ആർട്ട് വൈസ് നമുക്ക് പെർഫോം ചെയ്യാനാവട്ടെ, നമുക്ക് സ്റ്റേജിൽ കയറാൻ ഒരുപാട് അവസരങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസരം കിട്ടിയത് എനിക്ക് തോന്നുന്നത് CMS എന്നാണ്. അപ്പോൾ ഒരു കലാലയം മൂഡ്, നമുക്ക് ഒരുപാട് സ്ട്രിക്റ്റ് അല്ലായിരുന്നു, നമ്മൾ ഭയങ്കര കോളേജ് മൂഡായിരുന്നു. ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഇപ്പൊ എല്ലാ വക സംഭവങ്ങളും. അത് മാത്രമല്ല ആംബിയൻസ് എന്ന് പറയുന്ന സംഭവം എനിക്ക് തോന്നുന്നു. ഇപ്പം സീനിയർ ആണ്, പിള്ളേരോട് എന്താ പറയാനുള്ളത്? പിള്ളേരോട് എന്താ പറയാ, പിള്ളേര് കേറി വാ അല്ലാണ്ട് ഞാൻ എന്താ പറയാ. CMSലെ പിള്ളേരെ കേറി വാ, എല്ലാരും കേറി വാ. CMSലെ പിള്ളേര് മാത്രമല്ല എല്ലാരും കേറി വായും. പക്ഷെ CMSൽ ഇപ്പോൾ ഞാൻ പഠിച്ചൊരു ആംബിയൻസ് പരിപാടി, നമുക്ക് ഇത്രയും ഒരു കലാലയം, ഒരുപാട് വലിയ അറ്റ്മോസ്ഫിയർ, ഒരു പ്രകൃതി പരിപാടി എല്ലാം ഉള്ളൊരു കോളേജ്, ഒരു എസ്തെറ്റിക് ബ്യൂട്ടിയാണ്.
അവിടെ നിന്ന് നേരെ നമ്മൾ ഇന്റർലോക്ക് കോളേജ് പോലത്തെ ഒരു മൂഡാണ് നമ്മുടെ സിനിമയെ കാണിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് പ്രിൻസിപ്പൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ടീച്ചേഴ്സ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഐ ഡി കാർഡ് നമ്മൾ പോക്കറ്റിനകത്ത് ഇടാൻ പാടില്ല. എനിക്ക് ഇച്ചിരി അങ്ങനത്തെ സീൻ ഉണ്ടായിരുന്നു. ഞാൻ ക്രൈസ്റ്റിലാണ് പഠിച്ചത്. ആണോ? സ്വാഭാവികം. ഐഡന്റിറ്റി കാർഡ് അങ്ങനെ സീൻ ഉണ്ടായിരുന്നു. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ മൊത്തത്തില് ബാംഗ്ലൂർ ആയതുകൊണ്ട് വലിയ സീനില്ല. ബാക്കിയുള്ള എല്ലാം ചില്ലായിരുന്നു. പക്ഷെ ഈ പറയുന്ന പോലെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തായിരുന്നു. ഇപ്പൊ നമ്മുടെ അവിടെ അങ്ങനെ ഒരുപാട് സിസ്റ്റം ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫ്രീഡം ഉണ്ടായിരുന്നു അത്യാവശ്യം. അപ്പൊ ആ ഫ്രീഡത്തിൽ നിന്ന് ഈ ഒരു നമ്മുടെ കോളേജ്, സിനിമയിലുള്ള കോളേജ് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് ക്രൈസ്റ്റ് പോലത്തെ ഒരു കോളേജാണ്. അല്ല, പക്ഷെ ഇങ്ങനെ ഇത് പറഞ്ഞ പോലെ എന്താ, ഞങ്ങൾക്ക് യൂണിഫോം ഒന്നും ഇല്ല. ഞങ്ങൾക്ക് ആ കൂടെ ഞാൻ മെക്കാനിക്കലാണ് പഠിച്ചപ്പോ മെക്കാനിക്കൽ യൂണിഫോം ഉണ്ട്. അല്ലാണ്ട് ID കാർഡ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റാ. പിന്നെ അറ്റൻഡൻസ് സ്ട്രിക്റ്റാ. അങ്ങനത്തെ കാര്യത്തിലൊക്കെ ക്രൈസ്റ്റ് ഭയങ്കര സ്ട്രിക്റ്റാ. പക്ഷെ ഇതെന്താ, നമ്മുടെ കോളേജ് ഒരു ഇതല്ലോ, ഒരു പ്രൈവറ്റ് കോളേജ് പോലെയല്ലോ. എന്റെ അമ്മയല്ലോ പ്രിൻസിപ്പള്. അതെ ആണല്ലോ. അപ്പൊ അതെ, ക്യാൻറ്റീനിൽ ഫ്രീ ആയിട്ട് തിന്നാം. എനിക്ക് എന്റെ തോന്നിയാസം കാണിക്കാം, എന്തും ചെയ്യാം, എവിടെ കയറി ഒന്ന് അന്വേഷിക്കാം. വേണമെങ്കിൽ പ്രിൻസിപ്പൾ വിളിക്കാന്ന് പറഞ്ഞ് എനിക്ക് ലെറ്റർ എടുത്ത് വിടാം. അതെ, വിളിക്കുന്നു പോണമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടും ചെയ്യാം. പക്ഷെ എനിക്ക് നമ്മളൊക്കെയാ പെട്ടിരിക്കുന്നത് ആ കോളേജിൽ അല്ലേ. നീയും നിന്റെ ക്യാരക്ടറും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? ഞാനും എന്റെ ക്യാരക്ടർ തമ്മിൽ ഡിഫറൻസ് വെച്ച് കഴിഞ്ഞാല് ഓക്കെ, ഇതിനകത്ത് ഭയങ്കര സൈലന്റ് ആണ് അത്യാവശ്യം. നീ അത്ര സൈലന്റ് അല്ല. ഇപ്പൊ സംസാരിച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ല അല്ലേ, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് സംസാരിക്കും. ഇതിന്റെ ബട്ടൺ എവിടെ? ഇതിന്റെ ബട്ടൺ ഞാനും കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിക്കുമായിരുന്നെങ്കിൽ ചില സന്ദർഭങ്ങളിൽ എനിക്കൊന്ന് ഓഫ് ചെയ്യായിരുന്നു. അതുകൊണ്ട് ബട്ടൺ ഇല്ല അതിന് ഇപ്പൊ. പക്ഷെ ഞാൻ ഭയങ്കര സെലക്റ്റീവ് ആണ് കേട്ടോ സത്യം പറഞ്ഞാലും. പേഴ്സണൽ ലൈഫിൽ നോക്കുമ്പോഴേക്കും നമ്മള് സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിൽ അങ്ങനെ നീ ചിന്തിച്ചിട്ട് സംസാരിക്കും. സംസാരിക്കുന്നതിനേക്കാളും ചിന്തിച്ചിട്ട് സംസാരിക്കും. അത് മാത്രല്ല, നമുക്ക് ആ ഒരു വൈബ് നമുക്ക് കിട്ടുന്ന ഒരാളുടെ അടുത്ത് നീ ആൾക്കാരെ ചൂസ് ചെയ്യാൻ സെലക്റ്റീവ് ആണ്. ആൾക്കാരെ ചൂസ് ചെയ്യുന്നതും അത്യാവശ്യം സെലക്റ്റീവ് അല്ല. സെലക്റ്റീവ് എന്ന് ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോ ഒരാളുടെ അടുത്ത് മിണ്ടും, നമുക്ക് ആ ഒരു വൈബ് പെട്ടെന്ന് ഒറ്റ സെക്കൻഡിൽ കണക്ട് ആവും. ഓക്കെ, നമുക്ക് ആ ഒരു സംസാരിക്കുമ്പോൾ ഓക്കെ ഇയാളുടെ അടുത്ത് നമുക്കൊരു ഇതുണ്ട്, ഒരു സംഭവം കിട്ടില്ല, ഒരു കണക്ഷൻ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിരിക്കും. പക്ഷെ നമുക്ക് ആളുടെ അടുത്ത് നമുക്ക് അത്രയും കണക്ഷൻ. ഏത് ഏറ്റവും കൂടുതൽ കണക്ഷൻ കിട്ടിയതോ? എനിക്കൊന്ന് സെറ്റിൽ ഇപ്പോ അത്യാവശ്യം എല്ലാവരുമായിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ കമ്പനി ആയിട്ട് ഇപ്പൊ നമ്മളെ ക്യാമറ ഷഹദിക്ക, ഓഫ് കോഴ്സ് ഷഹദിക്ക ആവട്ടെ, ഇപ്പൊ നമ്മുടെ കൂടെ അഭിനയിച്ചവരാട്ടെ, ഇപ്പൊ ഷഹദ്, ഷാഹിദ്, എല്ലാവരും സത്യം പറഞ്ഞാൽ ഡയറക്ടർ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ, ക്യാമറ ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ യൂണിറ്റ് ചേട്ടന്മാരുൾപ്പെടെ എല്ലാവരും, പ്രൊഡക്ഷനിലുള്ള ചേട്ടന്മാർ എല്ലാവരുമായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് കമ്പനി അടിക്കാൻ പറ്റില്ല. നമ്മൾ 2.5 മാസത്തോളം ഉണ്ട്. നമ്മൾ അവിടെ പോകുമ്പോഴേക്കും ഒരിക്കലും ഇല്ല. അങ്ങനെയല്ല, നമ്മള് ഒരാളെ കാണുമ്പോഴേക്കും നമുക്ക് ആ ഒരു സാധനം വൈബ് തോന്നിയില്ലെങ്കിൽ മിണ്ടില്ല എന്നല്ല, നമ്മൾ എല്ലാവരുമായിട്ടും മിണ്ടും, നമ്മളെല്ലാവരുമായിട്ടും നമ്മൾ സംസാരിക്കും. പക്ഷെ നമുക്ക് ആ ഒരു മെയിൻ പരിപാടി ഉണ്ടല്ലോ, ഒരു എക്സ്ട്രോവേർട്ടിന്റെ പീക്കിലെത്തുന്ന ഒരു സാധനം, അത് കൊടുക്കാൻ പറ്റുന്നത് എനിക്കൊന്ന് നമുക്ക് ആ വൈബ് കണക്ട് ആക്കിയാൽ മതി. എനിക്കൊന്ന് എല്ലാവരും അത്യാവശ്യം മനുഷ്യരെല്ലാവരും എങ്ങനെയാണെന്ന് തോന്നുന്നു. എല്ലാവരുമായിട്ടും പോയി ചറപറ മിണ്ടുവോ മനുഷ്യർ? എനിക്കറിയത്തില്ല. എനിക്ക് പറഞ്ഞൂടാ, അതാണ്. അപ്പോ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ നിനക്ക് എങ്ങനെ പേഴ്സണലി എല്ലാവരുമായിട്ടും ലൈക്ക് ഒരേ രീതിക്കാണോ മിണ്ടുന്നത്? അറിയില്ല, ചിലപ്പോ ചില ദിവസങ്ങളൊക്കെ മിണ്ടാൻ തോന്നും, ചില ദിവസങ്ങൾ ആരോടും മിണ്ടാൻ തോന്നും. ചില സമയത്ത് എനിക്ക് ഇങ്ങനെ ആൾക്കാരോട് മിണ്ടാൻ തോന്നാറില്ല. ചില സമയത്ത് എനിക്ക് എന്താ ചെയ്യാ, അങ്ങനെ എനിക്ക് അവരോടൊരു പ്രശ്നമേ ഇല്ല സത്യം പറഞ്ഞ. പക്ഷെ എനിക്ക് പിന്നെ അല്ലെങ്കിൽ ഞാൻ എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നു. പക്ഷെ ട്രീറ്റ് ചെയ്യുമ്പോ ചിലവര് അങ്ങനെയൊന്നും തോന്നില്ല. എന്നാലും അത്ര ശരിയല്ല, വേണ്ടായിരുന്നു ചെറുതായിട്ടൊക്കെ ചിന്തിക്കും. ആ എനർജി വേറൊരാളെ സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. റിഗ്രറ്റ് ഒന്നുമില്ല, അത്രയൊന്നുമില്ല, അത്രയും റിഗ്രറ്റ് ഒന്നുമില്ല, അങ്ങനെയൊന്നും റിഗ്രറ്റ് തോന്നാറില്ല. റിഗ്രറ്റ് തോന്നിയിട്ട് ഇപ്പൊ എന്ത് കാര്യം? ലൈക്ക് ഇപ്പൊ നമുക്ക് ഇന്നലെ നടന്ന കാര്യം നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. എനിക്ക് അങ്ങനത്തെ ഒരു റിഗ്രറ്റ് ഇല്ല. പക്ഷെ
ഈ പറഞ്ഞ പോലെ ആദ്യമേ ചിലപ്പോൾ എല്ലാവരും നന്നായിട്ട് വീണ്ടും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അയ്യോ ഇയാളിത്തിരി പണിയാ. ചിലപ്പോ ചിലരങ്ങനെയാണ്, ചിലപ്പോ ആ ഒരു കംഫർട്ട് സോൺ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ അവരെ തനി നിറം കാണിക്കും. അപ്പൊ ചിലപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടു വരത്തില്ല. എന്നാ ചിലർ നല്ല രസമല്ലേ, നല്ലതായിട്ട്. പിന്നെ അവരവരുടെ തനി നിറം കാണിക്കുമ്പോഴാണ് ഏറ്റവും രസം. ചിലവർ കാണുമ്പോൾ നമ്മൾ അവർക്ക് ഇവരോട് മിണ്ടാൻ പറ്റത്തില്ല. അതെ അതെ. മിണ്ടിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ഇവരോട് ശരിക്കും നല്ലൊരു രസം മിണ്ടാൻ. പക്ഷെ അത് വെച്ച് നോക്കുമ്പോ എനിക്കൊന്ന് നമ്മുടെ സെറ്റ് ഭയങ്കര രസകരമായിരുന്നു, ഭയങ്കര രസകരം. പ്രത്യേകിച്ച് എല്ലാരും ക്യാമറയുടെ മുമ്പിലാണെങ്കിലും ക്യാമറയുടെ പുറകിലാണെങ്കിലും എല്ലാരും നല്ല രസമായിട്ട് അടിപൊളിയായിരുന്നു. പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു.